സദ്യ ആയാലും ബിരിയാണി ആയാലും ഓണത്തിന് പായസം ഒരു നിർബന്ധമല്ലേ? എന്നാ ഒരു പരിപ്പ് പായസമായാലോ? പരിപ്പ് വറുത്ത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നന്നായി വേവിച്ച പരിപ്പിലേക്ക് ശർക്കരപ്പാനി കൂടി ചേർത്ത് നന്നായി ഇളക്കുക. തിളച്ചു വരുമ്പോൾ തേങ്ങയുടെ 2 പാലും ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഇളക്കുക. ഇനി 1 പാൽ ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഏലക്കയും ചുക്കും പൊടിച്ചതും ചേർക്കുക. അവസാനം അല്പം നെയ്യും തേങ്ങാക്കൊത്തും കശുവണ്ടിയും മുന്തിരിങ്ങയും വറുത്ത് ചേർത്താൽ പായസം റെഡി. ദേ തീർന്നില്ല കേട്ടോ. ഇനി ഒരു വാഴയിലേക്ക് അല്പം പായസവും പപ്പടവും പഴവും ചേർത്ത് ഒന്ന് കഴിച്ചാലുണ്ടല്ലോ, ആഹാ, അടിപൊളി.